അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും. അപ്പൊ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ വിൽ സീ വാട്ട് ഇസ് ഹൈപ്പോത്തിസിസ്. എന്താണ് ഹൈപ്പോത്തിസിസ്, അതിന്റെ വേർഡ് മീനിങ് എന്താണ്. ലിറ്ററലി ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയാമെങ്കിൽ ആ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു അസംഷനിലേക്ക് പോകുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ചില എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞാല്, നമുക്കൊരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ട്. ആ 50 കുട്ടികളുടെ പെർസെന്റേജ് മാർക്ക് എനിക്ക് അറിയാമെന്ന് വിചാരിക്കാം. 50 സ്റ്റുഡൻസിന് എനിക്ക് 50 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ ഔട്ട് ഓഫ് 50 സ്റ്റുഡൻസ് ഞാൻ ഒരു 5 കുട്ടികളെ എടുത്തിട്ട് ഈ 5 പേരുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 65% ആണ് അവർക്ക് കിട്ടിയത്. അപ്പൊ ഈ 5 പേരുടെ പെർസെന്റേജ് ഓഫ് മാർക്ക് ബേസ് ചെയ്തിട്ട് എനിക്ക് ഈ 50 കുട്ടികളുടെ മാർക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാല്, ഇവരുടെ എൻറ്റയർ ക്ലാസിന്റെ പെർസെന്റേജ് 65 ആയിരിക്കുമോ, അല്ലെങ്കിൽ വിൽ ഇറ്റ് ബി ഗ്രേറ്റർ ദാൻ 65% ഓർ വിൽ ഇറ്റ് ബി ലെസ് ദാൻ 65%? ഇതിൽ എന്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ ഏതായിരിക്കും ശരി, അങ്ങനെ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ എനിക്ക് പറയാൻ പറ്റുമോ? അതൊരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഫോർ ഒരു ഹൈപ്പോത്തിസിസ് ആണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം കൊറോണ പാൻഡമിക് സിറ്റുവേഷനിൽ കൂടെ പോവാണ്. ഇപ്പൊ ഏറ്റവും ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ് ഈ പറയുന്നത് വാക്സിനേഷൻ എന്ന് പറയുന്നത്, വാക്സിൻ ഡ്രൈവ് എന്ന് പറഞ്ഞു നടക്കുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഹൈപ്പോത്തിസിസ് എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മള് ഇടയ്ക്കിടയ്ക്ക് വാർത്ത കേൾക്കുന്നുണ്ടായിരിക്കും, ചില ഹെൽത്ത് വർക്കേഴ്സ്, അതായത് 2 വാക്സിൻ ഡോസേജ് എടുത്ത ഹെൽത്ത് വർക്കേഴ്സ് മരിച്ചു, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് മരിച്ചു, ചില സിവിൽ സർവൻസ് മരിച്ചു എന്നൊക്കെ. ഇവർക്ക് 2 ഡോസേജ് എടുത്തിട്ടും പിന്നെ എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത്? അപ്പം ഫാർമസ്യൂട്ടിക്കൽസ് പറയുന്ന ക്ലെയിം, ഈ പറയുന്ന പോലെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് സേവ് ചെയ്യാം എന്ന് പറയുന്ന അവരുടെ ക്ലെയിം ശരിയാണോ എന്നറിയണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഹൈപ്പോത്തിസിസ് കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. അതൊരു എക്സാമ്പിൾ. മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്കൊരു ഫേം ഉണ്ട്, ഒരു ബിസിനസ് ഫേം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ ബിസിനസ് ഫേമിന്റെ കേസിൽ എനിക്ക് 2021 അല്ലെങ്കിൽ നിയർ ബൈ ഫ്യൂച്ചറിൽ എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയായിരിക്കും? അപ്പൊ എന്താണ്, എനിക്ക് ഇന്ന് വരെയുള്ള പെർസെന്റേജ് എന്റെ കമ്പനിയുടെ പ്രോഫിറ്റ് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ആ പറയുന്ന പ്രോഫിറ്റ് തന്നെ ഇപ്പം ഒരു 15% പ്രോഫിറ്റിലാണ് എന്റെ കമ്പനി ഇന്ന് വരെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം അടുത്ത ഒരു വർഷത്തില് എന്റെ കമ്പനിയുടെ പ്രോഫിറ്റ് പെർസെന്റേജ് ഈ 15 തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ 15 കൂടുമോ? ചിലപ്പം ഈ സിറ്റുവേഷൻ കൊറോണ ഒക്കെ ആയതുകൊണ്ട് 15 താഴെ പോകുമോ പ്രോഫിറ്റ്? അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹൈപ്പോത്തിസിസ്. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുക്കുകയാണ്. ആ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാം പോലെ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോ ഈ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ബാച്ചിന്റെ പെർഫോമൻസും ട്രെയിനിങ് കൊടുത്തതിന് ശേഷമുള്ള പെർഫോമൻസും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ ട്രെയിനിങ് കൊണ്ട് ആ ഒരു ബാച്ചിന് എന്തെങ്കിലും യൂസ് ഉണ്ടോ ഇല്ലയോ, അതും ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. ഇങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഹൈപ്പോത്തിസിസും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ ഇഷ്ടംപോലെ വന്നു പോവാറുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും സയന്റിഫിക്കലായിട്ടോ തിയറിറ്റിക്കലായിട്ടോ നമ്മൾ ചിന്തിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ഉണ്ടെന്ന് അറിയണം, പ്രൊസീജിയേഴ്സ് അറിയണം, ടൈപ്സ് ഓഫ് എറേഴ്സും പിന്നെ അതിന്റെ പ്രോബബിലിറ്റീസും, പിന്നെ ലാർജ് സാമ്പിൾ ആൻഡ് സ്മോൾ സാമ്പിൾ ടെസ്റ്റ്. ബാക്കി ഞാൻ എഴുതാത്തതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ടൈപ്സ് ഉണ്ട്. അതായത് ഒരു സാമ്പിളിന്റെ മീൻ കമ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു സാമ്പിളിന്റെ വേരിയൻസ് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ കമ്പയർ ചെയ്യാം. ഇതേപോലെ തന്നെ 2 സാമ്പിളിന്റെ മീൻസ് കമ്പാരിസൺ, വേരിയൻസ് കമ്പാരിസൺ, പ്രൊപ്പോർഷൻ കമ്പാരിസൺ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാത്തത്. പിന്നെ മെയിൻ ആയിട്ട് ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആൻഡ് സ്മോൾ സാമ്പിൾ ടെസ്റ്റ്. സ്മോൾ സാമ്പിൾ ആണെങ്കിൽ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആയിരിക്കണം. 30 കൂടുതലുള്ളതെല്ലാം ലാർജ് സാമ്പിൾ കാറ്റഗറിയിലായിരിക്കും വരുന്നത്. നമുക്ക് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ H0 ആൻഡ് H1 എഴുതണം. H0 എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് ആണ്, H0 എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ് ആണ്. ഇപ്പോ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് അവരുടെ ഒരു ആവറേജ് മാർക്ക് 65% ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോ ആവറേജ് 65% ആണോ, അല്ലെങ്കിൽ 65 മാർക്സ് ആണോ, പെർസെന്റേജ് ഇടാം, 65 മാർക്സ് ആണോ അവരുടെ ആവറേജ്?
ഇങ്ങനെ എഴുതുന്നത് നൾ ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചാൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് അറിയുന്ന ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ നൾ ഹൈപ്പോത്തിസിസിൽ എഴുതുന്നത്. ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും H1 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് H1നെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എനിക്ക് 3 പോസിബിലിറ്റി ഓഫ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസുകളുണ്ട്. അതായത് H1ന് എനിക്ക് 65 തന്നെയാണോ എൻറ്റയർ ക്ലാസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്, അതോ ഇനിയും 65നെക്കാട്ടിലും കൂടുതലാണോ ആവറേജ്, ഓർ 65നെക്കാട്ടിലും കുറവാണോ ആവറേജ്. ഇങ്ങനെ 3 രീതിയിൽ എനിക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാം. നോട്ട് ഈക്വൽ ടു. ഓക്കെ, ഈ നോട്ട് ഈക്വൽ ടു വരുന്ന കേസുകളിൽ നമ്മൾ 2 tailed ടെസ്റ്റ് എന്ന് പറയും. 2 tailed ടെസ്റ്റ് ആണ്. ഇൻഇക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ആൻഡ് ലെസ് ദാൻ വരെയാണെങ്കിൽ ഇത് നമ്മുടെ 1 tailed ടെസ്റ്റിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ജോലി അതാണ്, ഓൾട്ടർനേറ്റീവ് നൾ ഹൈപ്പോത്തിസിസും ഐഡന്റിഫൈ ചെയ്ത് എഴുതുക. അതിനുശേഷം നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവൽ ഡിസൈഡ് ചെയ്യണം. സിഗ്നിഫിക്കൻസ് ലെവലിനെ കുറിച്ച് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം എന്താണെന്ന്. സിഗ്നിഫിക്കൻസ് ലെവൽ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, അതായത് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് പറയുന്ന പോലെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റിനും ഡിഫറെന്റ് ഫോർമുലാസ് ആയിരിക്കും. അതിൽ ഏത് ഫോർമുല ചൂസ് ചെയ്യണം എന്നതാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷനായി ഫോർമുലയിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കും നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ടേബിൾ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റിന്റെ ടേബിൾ വാല്യൂസ് ഉണ്ടായിരിക്കും. ആ വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെ ഔട്ട്കം പറയും. എന്നിട്ട് ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ റിസൾട്ടിനെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യും. ഇതാണ് ബേസിക്കലി നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, അതായത് നള്ളും ഓൾട്ടർനേറ്റീവും എഴുതാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. The labels on a cans of soup claim that a can contains 350 ml of soup. A consumer believes that on average they contain less than 350 ml. അപ്പൊ എന്താണ് പറയുന്നത്? 350 ml of soup ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ന്യൂ ഇസ് ഈക്വൽ ടു 350 ml ആണ്. എന്ത് ചെക്ക് ചെയ്യണം? ലെസ് ദാൻ 350 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ മ്യൂ ലെസ് ദാൻ 350 ആണോ. അവിടെ ലെസ് ദാൻ ഇൻഇക്വാളിറ്റി വന്നതുകൊണ്ട് ഇതൊരു 1 tailed ടെസ്റ്റ് ആയിരിക്കും. ഇനി ഈ പറയുന്ന പോലെ ലെസ് ദാൻ ആണോ മോർ ദാൻ ആണോ എന്ന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒബ്വിയസ് ആയിട്ടും ക്വസ്റ്റ്യനിൽ ആ ഫ്രേസ് ഉണ്ടായിരിക്കും. ലെസ് ദാൻ എന്ന് പറയുന്ന ഫ്രേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ലെസ് ദാൻ ഇൻഇക്വാളിറ്റി ഇട്ടത്. ചിലപ്പം മോർ ദാൻ എന്ന് പറയുന്ന ഫ്രേസ് ആയിരുന്നു എങ്കിൽ നമ്മൾ ഗ്രേറ്റർ ദാന്റെ സിമ്പിൾ ഇടാം. മോർ ദാൻ, ഗ്രേറ്റർ ദാൻ, ബിഗർ ദാൻ, ആ പറയുന്ന പോലെ നമുക്ക് ഇംഗ്ലീഷ് ടേംസുകൾ അറിയാലോ. ആ ഇംഗ്ലീഷ് ഫ്രേസുകൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇൻഇക്വാളിറ്റി ചൂസ് ചെയ്യുന്നത്. ഇനി നോട്ട് ഈക്വൽ ടു വരുന്ന കേസിൽ എന്ന് വെച്ചാല് whether there is any significant difference. Whether there is any significant difference എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ നോട്ട് ഈക്വൽ ടു ആയിരിക്കും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസിന് ചൂസ് ചെയ്യുന്നത്. ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ, വലുതോ ചെറുതോ എന്നുള്ളതല്ല, സെയിം ആണോ അല്ലയോ, ഡിഫറെന്റ് ആണോ അല്ലയോ, അങ്ങനത്തെ വരുന്ന കേസിൽ നമ്മൾ നോട്ട് ഈക്വൽ ടു ഇടും. ഇതിങ്ങനെയാണ് നള്ളും ഓൾട്ടർനേറ്റും എഴുതുന്നത്. ഇനി ഈ നള്ളും ഓൾട്ടർനേറ്റീവ് എഴുതുമ്പോൾ തന്നെ നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണല്ലേ, നമുക്ക് ഹ്യൂമൻ എറേഴ്സ് കോമൺ ആയിട്ട് സംഭവിക്കാം. അപ്പം ഹ്യൂമൻ എറേഴ്സ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൺക്ലൂഷൻസിലും മിസ്റ്റേക്കുകളും ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഈ ഹൈപ്പോത്തിസിസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ 2 ടൈപ്സ് ഓഫ് എറർ ആണ് ഉണ്ടാവുന്നത്. ഒന്ന് ടൈപ്പ് 1 എററും സെക്കൻഡ് ടൈപ്പ് 2 എററാണ് ഉണ്ടാവുക. എന്താണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്? ടൈപ്പ് 1 എറർ പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിരിക്കെ നമ്മൾ റിജക്ട് ചെയ്യുക. അതാണ് ടൈപ്പ് 1 എറർ. നൾ ഹൈപ്പോത്തിസിസ് ശരിയാണ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 65 ആവറേജ് വെച്ചു. ഇപ്പൊ ഇത് ശരിയാണ്, പക്ഷെ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എങ്ങാനും കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്സ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവൽ തെറ്റായിട്ട് ചൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ തെറ്റിപ്പോകും. അപ്പൊ എന്നിട്ട് H0 റിജക്ട് ചെയ്താൽ കിട്ടുന്ന എറർ ആണ് ടൈപ്പ് 1 എറർ. അതേപോലെ ടൈപ്പ് 2 എറർ വരുന്നത് നൾ ഹൈപ്പോത്തിസിസ് തെറ്റാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അത് റിജക്ട് ചെയ്യില്ല, ഇതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നോട്ട് റിജക്റ്റഡ് എന്ന് വെച്ചാൽ
നൾ ഹൈപ്പോത്തസിസ് തെറ്റാണ്, പക്ഷെ എന്നാലും നമ്മൾ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അന്നേരം കിട്ടുന്ന എറർ ആണ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി ആണ് ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ വെച്ചിട്ട്. ടൈപ്പ് 2 എററിന്റെ പ്രോബബിലിറ്റി നമ്മൾ ബീറ്റ ആയിരിക്കും. ബാക്കി രണ്ട് കേസും കറക്റ്റ് ഡിസിഷൻ എന്ന് വെച്ചാൽ തെറ്റായിരിക്കുമ്പോൾ നമ്മൾ റിജക്ട് ചെയ്യുന്നു, ശരിയായിരിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് രണ്ടും കറക്റ്റ് ഡിസിഷൻ. ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കാണ് എറേഴ്സ് സംഭവിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടാണ് സിഗ്നിഫിക്കൻസ് ലെവലും പവർ ഓഫ് ദ ടെസ്റ്റ് നമ്മൾ പറയുന്നത്. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് റിജക്ടിങ് H0 when H0 is true. ഈ when H0 is true എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു കണ്ടീഷൻ ആണ്, ഒരു ഗിവൺ കണ്ടീഷൻ ആണ്. സോ ബേസിക്കലി ആൽഫ എന്ന് പറയുന്നത് നമ്മളൊരു കണ്ടീഷൻ പ്രോബബിലിറ്റി ചെയ്യുന്ന പോലെയാണ്. ദാറ്റ് ഈസ് യു ആർ ഫൈൻഡിങ് ദ പ്രോബബിലിറ്റി ഓഫ് റിജക്ടിങ് H0 when H0 is true. പവർ ഓഫ് ദ ടെസ്റ്റ് കണ്ടുപിടിക്കാൻ ടൈപ്പ് 2 എററിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, അതായത് ബീറ്റ. അതിനുശേഷം 1 മൈനസ് ബീറ്റ ചെയ്യുമ്പോഴാണ് നമുക്ക് പവർ ഓഫ് ദ ടെസ്റ്റ് കിട്ടുന്നത്. ഇനിയുള്ളത് എങ്ങനെയാണ് ഈ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ റീജിയൻ. അപ്പൊ അതില് സിഗ്നിഫിക്കൻസ് ലെവലിനെ കുറിച്ച് ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നു. സിഗ്നിഫിക്കൻസ് ലെവല് ബൈ ഡിഫോൾട്ട് എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂഷ്വലി സ്റ്റാറ്റ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ എപ്പോഴും പറയും ഡീഫോൾട്ട് ആയിട്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുക, അല്ലെങ്കിൽ ആൽഫ ഈക്വൽ ടു 0.05 എടുക്കുക. അങ്ങനെ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് രണ്ട് സൈഡിൽ നിന്നും ഒരു 5% ഡേറ്റ അങ്ങ് കളയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ 2.5% ഡേറ്റ എലിമിനേറ്റ് ചെയ്തു, ഇവിടെയും നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യുന്നു. ബാക്കി വരുന്ന 95% ഓഫ് ഡേറ്റ, ഇതായിരിക്കും നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവൽ ആയിട്ട് എടുക്കുന്നത്. ഇതായിരിക്കും നമ്മുടെ അക്സെപ്റ്റൻസ് റീജിയൻ. ബാക്കി അപ്പുറവും ഇപ്പുറവും കിടക്കുന്നതാണ് നമ്മുടെ റിജക്ഷൻ. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻസ് ആണ് റിജക്ഷൻ വരുന്നത്. ഈ രണ്ട് സൈഡിലും നമ്മൾ റിജക്ട് ചെയ്യുന്നത് ടു ടെയിൽ ഹൈപ്പോത്തസിസ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ 2 സൈഡിൽ റിജക്ഷൻ കൊടുക്കുന്നത്. 1 ടെയിൽ ആണെങ്കിൽ നമ്മൾ ഒരു സൈഡിലെ റിജക്ഷൻ കൊടുക്കുള്ളൂ, അത് ഒന്നുകിൽ റൈറ്റ് സൈഡിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ 5%നെ ഡിവൈഡ് ചെയ്യില്ല, ഒരു സൈഡിൽ തന്നെ കംപ്ലീറ്റ്ലി 5% അങ്ങ് കൊടുക്കും. ഇവിടെ ആയിരിക്കും റിജക്ഷൻ. ഇത് നമ്മുടെ അക്സെപ്റ്റൻസ് റീജിയൻ. തിരിച്ചാണെങ്കിൽ ഇത് നമ്മുടെ റിജക്ഷൻ, ഇവിടെ ആയിരിക്കും അക്സെപ്റ്റൻസ്. ഇതും 5%. ഇത് ബൈ ഡിഫോൾട്ട് ആയിട്ടാണ് 5% ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1% ചെയ്യാൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും 1% ഓഫ് ഡേറ്റനെ മാത്രം, അല്ലെങ്കിൽ എക്സ്ട്രീമെന്റ്സിലോട്ട് കിടക്കുന്ന 1% ഡേറ്റനെ മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം അങ്ങ് കൺസിഡർ ചെയ്യാം. ബാക്കി എവിടെ വന്നാലും അക്സെപ്റ്റൻസ് റീജിയനിൽ അങ്ങ് കൊടുക്കാൻ പറയും. നമ്മുടെ ഇഷ്ടമാണ്, ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ബൈ ഡിഫോൾട്ട് 5% നമ്മൾ രണ്ട് സൈഡിലും എപ്പോഴും അങ്ങ് അവോയ്ഡ് ചെയ്യും. ഇതിനെയാണ് അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഒരു വാല്യൂ കാണുമല്ലോ, ഈ 5% ഓഫ് ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എക്സിന്റെ ഒരു വാല്യൂ കാണും. ഈ വാല്യൂനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ഈ പറയുന്ന ക്രിട്ടിക്കൽ വാല്യൂവിനെ കാട്ടിലും വലുതാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. ക്രിട്ടിക്കൽ വാല്യൂവിനെ കാട്ടിലും വലുതാണ്. നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഓരോ ഫോർമുലയ്ക്ക്, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കിട്ടുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. നേരെ മറിച്ച് ഇതിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ഇത് രണ്ടില്. ഇപ്പൊ 2 ടെയിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഡുലസ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. കാരണം പ്ലസ് ഓർ മൈനസ് കിട്ടിയാലും പ്രശ്നമില്ല, രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ റിജക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ മോഡുലസ് വാല്യൂ നമുക്ക് എടുക്കാം. ഇങ്ങനെയാണ് അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ റീജിയൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് ബേസ്ഡ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ലെവൽ. ഇനിയും ഈ പറഞ്ഞ സിഗ്നിഫിക്കൻസ് ലെവലും പവർ ഓഫ് ദ ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. Let P be the probability that a coin will fall head in a single toss in order to test H0 such that P is equal to half. അപ്പോൾ null hypothesis തന്നിട്ടുണ്ട്, P is equal to half ആണ്. Alternate hypothesis തന്നിരിക്കുന്നത് P is equal to 3/4 ആണ്. Coin is tossed 5 times. 5 തവണ കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോസിങ് ഓഫ് എ കോയിൻ എന്ന് പറയുന്നത് എന്താണ്, ബെർണോളിസ് ഇൻഡിപെൻഡന്റ് ട്രയൽസ് ആണ്. അപ്പൊ ബെർണോളിസ് ട്രയലിന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്നത് മാറുന്നില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റിന്റെ
ഫോർമുല അനുസരിച്ച് PDF അനുസരിച്ചിട്ട് NCX P⁻x Q⁻n-x ആണ്. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്. 5CX P⁻x Q⁻n-x. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ ടൈപ്പ് 1 എറർ പ്രോബിലിറ്റി ഇത് കണ്ടുപിടിക്കണം. അപ്പം ആൽഫ എന്ന് പറയുന്നതാണ് ടൈപ്പ് 1 പ്രോബിലിറ്റി അല്ലെ. അപ്പോ H0 എന്ന് പറയുന്നത് greater than or equal to 3, more than 3 ആണ് നമ്മുടെ null hypothesis. അപ്പൊ alternate എന്ന് പറയുന്നതായിരിക്കും less than or equal to 3. അപ്പോ alpha is significance level, that is the probability of type 1 error. Type 1 error ആണ്. അപ്പോ type 1 error ആകുമ്പോഴത്തേക്കും H0 അല്ലെങ്കിൽ x value such that x is greater than or equal to 4. കാരണം 5 തവണ ടോസ് ചെയ്യുന്ന കോയിനിൽ നമ്മൾ 4ഉം 5ഉം ഗ്രേറ്റർ ദാൻ 3 എന്ന് വെച്ചാൽ 4ഉം 5ഉം മാത്രം കൺസിഡർ ചെയ്താൽ മതിയല്ലോ. 4 അല്ലെങ്കിൽ 5 ഹെഡ് എന്ന് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം x greater than or equal to 4 given that H0 is true. H0 true ആയിരിക്കെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? x equal to 4ഉം H0 true ആവുമ്പോൾ പ്രോബബിലിറ്റി is equal to 1/2 ആണ്. പ്ലസ് x equal to 5ഉം probability is equal to 1/2. ഇത് നമ്മൾ എഴുതിയ ബൈനോമിയലിന്റെ ഫോർമുല അല്ലേ ഇത് 5CX, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 5C4 1/2 raised to 4 into 1/2 plus 5C5 into 1/2 raised to 5 into 1/2 raised to 0. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും നോക്കാം. അതിന്റെ വാല്യൂ വരുന്നത് 3/16 ആണ് വരുന്നത്. സോ 3/16 ആണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പവർ ഓഫ് ദ ടെസ്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ പവർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബീറ്റ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ കാൽക്കുലേറ്റ് ചെയ്യണം. ടൈപ്പ് 2 എറർ വരുന്ന എപ്പോഴാണ്? ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിന്റെ കേസ് ആണ്. അപ്പം എക്സ് ഇസ് less than or equal to 3, alternate hypothesis when this one is true. അപ്പോ x less than or equal to 3, 3 താഴെ ഹെഡ് കിട്ടാന്ന് വെച്ചാൽ 0 ഹെഡ് ആയിരിക്കാം, 1 ഹെഡ്, 2 ഹെഡ്, 3 ഹെഡ്. അപ്പൊ 4 വാല്യൂസ് ആഡ് ചെയ്യണം. അതിന് പകരം എനിക്ക് അതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മതിയല്ലോ. 1 minus probability of x greater than or equal to 4 and H1 is true. So I get 1 minus probability of x is equal to 4. H1 true ആവുമ്പം probability ന്റെ വാല്യൂ 3/4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പ്ലസ് x equal to 5, p is equal to 3/4. അപ്പൊ എന്താ കിട്ടുക? അതിലേക്ക് നമ്മളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. That is 1 minus 5C4 3/4 raised to 4 into 1/4 plus 5C5 into 3/4 raised to 5 into 1/4 raised to 0. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് വരുന്ന ആൻസർ ആണ് 47/128 എന്ന് കിട്ടും. ഏത് ബീറ്റയുടെ വാല്യൂ. ഇനി പവർ കണ്ടുപിടിക്കണമെങ്കിൽ 1 minus ബീറ്റ ചെയ്യണം. So 1 minus 47/128 which is equal to 81/128. So ഇതിൽ നമുക്ക് കണ്ടീഷൻ പ്രോബബിലിറ്റി കൃത്യമായിട്ട് അറിയണം. ഇതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഐഡന്റിഫൈ ആവണം. അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഈ പർട്ടിക്കുലർ കേസിൽ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി. ഡൗൺലോഡ് ലാൽസ് PSC ലേണിംഗ് ആപ്പ്.